അസ്സലാമലൈക്കും. നമ്മൾ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യലായിട്ടുള്ള അടുത്തൊരു പാർട്ടായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 3 മെത്തേഡാണ് പറഞ്ഞു പോകുന്നത്. അതും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന 3 മെത്തേഡാണ്. അപ്പോൾ ഫസ്റ്റത്തെ മെത്തേഡിലേക്ക് കിടക്കാം. ഫസ്റ്റത്തെ മെത്തേഡിൽ നമ്മൾ പോളൻസ് യൂസ് ചെയ്തിട്ട് അടിപൊളിയായിട്ടൊരു ഹെയർ ബാൻഡാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ 3 കളറിലെയും പോളൻസ് എടുത്തിട്ടുണ്ട്. ഓറഞ്ചും വൈറ്റും ഗ്രീൻ കളറിലെയും പോളൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വൈറ്റ് കളറിൽ സാറ്റിൻ കവയുടെ ഹെയർ ബാൻഡാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഹെയർ ബാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പോളൻസിനെ പറ്റി പറഞ്ഞു തരാം. പോളൻസിനെ പറ്റി ഒട്ടുമിക്ക എല്ലാവർക്കും അറിയായിരിക്കും, എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ പറയുന്നത്. നമുക്കിതുപോലെ ഒരു ബഞ്ചായിട്ടായിരിക്കും പോളൻസ് കിട്ടുക. ഇങ്ങനത്തെ ഒരു ബഞ്ചിന് 19 രൂപ, 18 രൂപ, ചിലപ്പോൾ അതിൽ കൂടുതൽ ഒരു 28 ആ ഒരു റേഞ്ച് വരെയുമായിരിക്കും ഈ പോളൻസിൻ്റെ റേറ്റ് പോകുക. ഇപ്പോൾ മാക്സിമം എല്ലാവരും റേറ്റ് കുറച്ചിട്ടാണ് ഈ ഒരു ഐറ്റം സെയിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ബഞ്ചായിട്ടിരിക്കുന്ന പോളൻസ് 3 കളറിലെയും നമ്മളിതുപോലെ അഴിച്ചെടുത്തിട്ട് ഞാൻ ഒരു സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ ചിരിഞ്ഞ് നിൽക്കുന്ന രീതിയിലേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ താഴ്ഭാഗത്ത് നിന്ന്, അതായത് ഒരു എൻഡിങ്ങിൽ നിന്ന് കുറച്ച് പോർഷൻ നമ്മളിങ്ങനെ മുകളിലേക്ക് കയറ്റിയിട്ടാണ് ഞാനിങ്ങനെ പോളൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അതായത് നമ്മളിങ്ങനെ ആ ഒരു സ്റ്റെമ്മെന്ന് പറയുന്നത്, പോളൻ്റെ സ്റ്റെമ്മെന്ന് പറയുന്നത് കമ്പി പോലെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ഹെയർ ബാൻഡിൽ ഇങ്ങനെ ചുറ്റി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ 2 സൈഡിലായിട്ടായിട്ട് ഇങ്ങനെ ഓരോന്ന് വെച്ച് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് പോവാണ്. അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരെണ്ണം, റൈറ്റ് സൈഡിലേക്കും അങ്ങനെ 4 റോ ആയിട്ടാണ് നമ്മളത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നല്ല തിക്കിൽ തന്നെ നമ്മളത് ചുറ്റി കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് അവോയ്ഡ് ചെയ്തിട്ട് ഇതിൻ്റെ സ്റ്റെം ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ആദ്യം വേണമെങ്കിൽ ക്യാൻവാസിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ അറേഞ്ച് ചെയ്ത് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് ആ ക്യാൻവാസ് പാടി ഹെയർ ബാൻഡിലേക്ക് ഒട്ടിച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ അങ്ങനെയും ചെയ്തെടുക്കാം. എനിക്കിപ്പോൾ ഇതാണ് ഇത്തിരി കൂടി എളുപ്പമുള്ള മെത്തേഡായിട്ട് തോന്നി. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിലും നല്ല സിമ്പിളായിട്ട് ആ ഒട്ടിച്ച് കൊടുക്കുന്നതായിരിക്കും തോന്നുക. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ഏതാണോ അതുപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ ജസ്റ്റ് ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് കൊണ്ട് ഞാൻ ആ ഒരു മെത്തേഡ് സ്കിപ്പ് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ ഓരോ പോളൻ വെച്ച് അറേഞ്ച് ചെയ്യുന്നതിൻ്റെ ഒപ്പം ബാക്ക് സൈഡിലോ അല്ലെങ്കിൽ ആ പോളൻ വെക്കുന്ന ആ ഒരു സ്ഥലത്തോ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ചുറ്റി കൊടുക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിങ്ങിൽ ഇളകി പോരാണ്ട് നല്ല സെക്യൂറായിട്ട് അത് അവിടെ ഇരുന്നോളും. നമ്മളിങ്ങനെ ജസ്റ്റ് പോളൻസ് മാത്രം ഇങ്ങനെ ചുറ്റി കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇളകി കളിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ എത്ര ടൈറ്റായിട്ട് ചുറ്റി കൊടുത്താലും ചിലപ്പോൾ ഒന്ന് ഇളകി കളിക്കും. അതുകൊണ്ട് ജസ്റ്റ് നമ്മളിങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്തൊന്ന് ചുറ്റി പോവുകയാണെങ്കിൽ നല്ല ഫിനിഷിങ്ങിൽ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഓറഞ്ചിൻ്റെ ഒരു 4 റോ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വൈറ്റ് വെച്ചിട്ട് ഒരു 4 റോ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചുറ്റി പോയാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ റോയുടെ എണ്ണം കൂട്ടാവുന്നതാണ്. അതിപ്പോൾ ഇത്തിരി കൂടി നമുക്ക് തിക്നെസ്സിൽ കിട്ടും കേട്ടോ. എനിക്കിപ്പോൾ ഈ ഒരു തിക്നെസ് മതി എന്നുള്ളതുകൊണ്ടാണ് നമ്മളൊരു 4 റോ വെച്ച് സെറ്റ് ചെയ്തത്. ഇപ്പോൾ നമ്മളുടെ ഹെയർ ബാൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ആ കമ്പി ചുറ്റുന്നത് കാണാതിരിക്കാനായിട്ട് അത് കവർ ചെയ്തിട്ട് ഫെൽറ്റ് ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ ഫിനിഷിങ് നമ്മളുടെ ഹെയർ ബാൻഡിന് കിട്ടുന്നതാണ്. ഇനി നമുക്ക് നമ്മളുടെ സെക്കൻഡ് മെത്തേഡിലേക്ക് പോകാം. സെക്കൻഡ് മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോം ഷീറ്റാണ്. ഗിൽറ്റർ ഫോം ഷീറ്റാട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഗിൽറ്റർ ഫോം ഷീറ്റിനെ പറ്റി എല്ലാവർക്കും അറിയാവുന്നതാണ്. 10 രൂപ മുതൽ നമുക്ക് ഈ ഒരു ഷീറ്റ് അവൈലബിൾ ആണ്. പിന്നെ ഇപ്പോൾ എല്ലാ ഓൺലൈൻ ഷോപ്പിലും നമുക്കിത് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ടായിരുന്ന ഷീറ്റാണ്. ഇതിൽ നിന്ന് ഞാൻ കുറേയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ ഒരു കോയിൻ യൂസ് ചെയ്തിട്ട് നമുക്കിതുപോലെ ജസ്റ്റ് ആ പേപ്പറിൻ്റെ ബാക്ക് സൈഡിൽ, ഗിൽറ്റർ ഇല്ലാത്ത സൈഡിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള വട്ടം കിട്ടും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു 2 രൂപ കോയിൻ്റെ സ്ഥാനത്ത് വേണമെങ്കിൽ ഇത്തിരി കൂടി സൈസ് കിട്ടാനായിട്ട് നമുക്ക് ഏതെങ്കിലും കുപ്പികളുടെ അടപ്പോ അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ അതുപോലെ ആ കുപ്പികളുടെ അടപ്പ് യൂസ് ചെയ്തിട്ട് ഈ ഒരു അടപ്പ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കോയിൻ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. കുറച്ചുകൂടി വട്ടം വേണം എന്നുള്ളവർക്ക് ഇങ്ങനത്തെ മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വലിയ ഫ്ലവർ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ 3 ഷീറ്റിൽ നിന്നും ആ ഒരു വട്ടം പ്രസ് ചെയ്തിട്ട് കറക്റ്റ് റൗണ്ടിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓരോ പീസിൽ നിന്നും ഞാനൊരു 5 പീസ് വീതമായിട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതായത്
5 ഓറഞ്ച്, 5 ഗ്രീൻ, 5 വൈറ്റ് അങ്ങനെ ആട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന റൗണ്ടിന് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമ്മൾ സെൻറ്റർ ഭാഗത്ത് കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാ പീസും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഗിൽറ്റർ ഷീറ്റ് മേടിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അധികം ഗിൽറ്റർ ഇളകി പോകാത്ത ടൈപ്പ് കിട്ടും. ആ ഒരു ടൈപ്പ് നോക്കിയിട്ട് മേടിക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിൽ നിന്ന് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് പോകാം. ഞാനിപ്പോൾ ഇവിടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് B7000 അങ്ങനെ ഒട്ടുന്നെങ്കിൽ ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ ഓരോ അറ്റത്ത് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 5 പീസിനെ നമ്മൾ രണ്ടാക്കി മടക്കി മൊത്തം കട്ട് ചെയ്തപ്പോൾ ഒരു 10 പീസായിട്ടുണ്ടാവും. അങ്ങനെ ആ 10 പീസിനെ നമ്മളിങ്ങനെ നല്ലപോലെ ഒന്ന് റോ പോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ വീഡിയോ നല്ലപോലെ ശ്രദ്ധിച്ച് കാണാം, മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം. ഞാൻ പറയുന്നതിലും കൂടുതൽ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോഴാണ് മനസ്സിലാവുക. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് നല്ലപോലെ ശ്രദ്ധിച്ച് തന്നെ കാണാൻ നോക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന മെത്തേഡാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു കഴിഞ്ഞാൽ ഞൊടിയിടയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഞാൻ ഈ ചെയ്യുന്ന 3 മെത്തേഡും. പിന്നെ നമുക്ക് അധികം തന്നെ പൈസ ചിലവില്ലാണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേ ഞാനിങ്ങനെ 10 പീസും നല്ലപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുമ്പോൾ ഗ്ലൂ അധികം നമ്മൾ അതിൽ അപ്ലൈ ചെയ്യാണ്ട് കുറച്ച് മാത്രം അപ്ലൈ ചെയ്യുക. കുറേ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ ഒട്ടിക്കുമ്പോൾ ആ ഗ്ലൂ ഇങ്ങനെ പുറത്തേക്ക് തള്ളി വരും, അതൊരു മെനക്കേടായിരിക്കും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാണ്ട് കുറച്ച് മാത്രം അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചൊട്ടിച്ച് പോകാം കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു എൻഡിങ് ഭാഗം, അതായത് ആ ഭാഗം തുമ്പ് ഭാഗമല്ലേ, നമുക്കൊന്ന് അയൺ ബോക്സിൽ വെച്ച് വേണമെങ്കിൽ ഹീറ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ ജസ്റ്റ് ലൈറ്റർ യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കാം. ലൈറ്ററിലൊന്ന് ഹീറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ആ ഫ്ലെയിം അതിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഹീറ്റ് ഒന്ന് കുറച്ചിട്ടിട്ട് നമുക്കിതുപോലെ ഒന്ന് അറ്റഭാഗം ഒന്ന് ഉരുക്കി എടുക്കുക. അപ്പോൾ നല്ലൊരു മടങ്ങി നിൽക്കുന്ന പോലെ കട്ട് കുറഞ്ഞ് കിട്ടും. അപ്പോൾ കൂടുതലൊരു ഫിനിഷിങ് നമുക്കവിടെ കിട്ടുന്നതാണ്. അതായത് പെർഫെക്റ്റ് ആയിട്ടൊരു ഫ്ലവറിൻ്റെ പെറ്റൽ പോലെ നമുക്കവിടെ കിട്ടും. ഞാൻ വീഡിയോയിൽ പറയാൻ വിട്ടുപോയി, നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റോസ് ഫ്ലവറാട്ടോ. ഈ ഒരു ഫോം ഷീറ്റ് യൂസ് ചെയ്തിട്ട് എന്താണെന്ന് ചെയ്യുന്നതെന്ന് പറയാൻ ഞാൻ വിട്ടുപോയതാട്ടോ. അപ്പോൾ ഞാൻ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും അറ്റത്ത് ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചുരുട്ടി കൊടുത്തു. ഇനി നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്തിങ്ങനെ ചുരുട്ടി പോവാം. നല്ല കുഞ്ഞതായിട്ട് ചുരുട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചുരുട്ടാം. അല്ലെങ്കിൽ ഞാൻ ഈ ചുരുട്ടുന്ന പോലെ ജസ്റ്റ് ഒന്നിങ്ങനെ ചുരുട്ടി പോവാം. നമ്മൾ ഓരോ പ്രാവശ്യം ചുരുട്ടുമ്പോഴും അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ചുരുട്ടാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോഴാണ് നല്ലപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ ചുരുട്ടി നമ്മളുടെ ഒരു റോസ് ഫ്ലവർ ഷേപ്പ് ആയിട്ടുണ്ട് കണ്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. കണ്ടോ, ഇതുപോലെ നമുക്ക് ബാക്കി 2 കളർ കൂടി ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളുടെ 3 കളറ് നമ്മൾ ചെയ്ത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടായിട്ടോ നമ്മൾ ഈ 3 റോസ് ഫ്ലവറും സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഇത് ഹെയർ ബാൻഡിലേക്കാണ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കിത് വേണമെങ്കിൽ ബേബി നൈലോൺ ബാൻഡിലോ അല്ലെങ്കിൽ അലിഗേറ്റർ ക്ലിപ്പിലോ സ്നാപ്പ് ക്ലിപ്പിലോ എന്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഒരു ഹെയർ ബാൻഡിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തു. ബാക്കിൽ ക്യാൻവാസ് ഒട്ടിക്കാൻ മറക്കരുത് കേട്ടോ. അത് ഞാൻ സ്കിപ്പ് ചെയ്ത് പോയതാണ്, എപ്പോഴും പറയണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ. ഇനി ഞാൻ ഫോം ഷീറ്റിൻ്റെ അടുത്തൊരു മെത്തേഡാണ്. ഫോം ഷീറ്റ് തന്നെ യൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മളിതുപോലെ കുറേ ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണ്ട സൈസിൽ ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ഒരേ വലുപ്പം 2 സൈഡിലും കിട്ടാനായിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ഹാർട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അത് വെച്ചിട്ട് അളവിങ്ങനെ വരച്ചിട്ട് നമ്മൾ അതിൽ കൂടെ കറക്റ്റിന് നമുക്ക് ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ സ്റ്റെൻസിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. സ്റ്റെൻസിലൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊരു ഹാർട്ട് ഷേപ്പ് കിട്ടും. ഇതുപോലെ നമ്മൾ ഓരോ കളറിൽ നിന്നും ഒരു 3 പീസ് ഹാർട്ട് ഷേപ്പ് വെച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒട്ടിച്ച് കൊടുക്കാൻ പോകണ ഹാർട്ട് ഷേപ്പിൻ്റെ ആ തുമ്പ് ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഓരോന്നിങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം ഓറഞ്ച് കളറിൽ 3 എണ്ണം ഒട്ടിച്ച് കൊടുത്തു. പിന്നെ ആ ഓറഞ്ചിനോട് അറ്റാച്ച് ചെയ്ത് വൈറ്റ് ഒട്ടിച്ച് കൊടുത്തു. പിന്നെ ഗ്രീൻ ഒട്ടിച്ച് കൊടുത്തു. അങ്ങനെ ആട്ടോ ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹെയർ ആക്സസറീസ് ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, പിന്നെ നമ്മളുടെ ഒരു വീഡിയോനെ പറ്റിയുള്ള വാല്യുബിൾ ആയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മളുടെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ.
പിന്നെ നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിലുണ്ട്, ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാം കേട്ടോ. പിന്നെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതുപോലത്തെ ഹെയർ ആക്സസറീസ് വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന ആ ഒരു നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കാം കേട്ടോ. നമ്മൾ ബൾക്കായിട്ടും ഹെയർ ആക്സസറീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിത് ഇതിപ്പോൾ ഹെയർ ബാൻഡിലേക്ക് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഫൈനൽ റിസൾട്ട്. അപ്പോൾ നമ്മളുടെ 3 പ്രൊഡക്റ്റിൻ്റെയും ഫൈനൽ റിസൾട്ട് നമ്മൾ കാണിച്ചു പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങളും ഇൻഡിപെൻഡൻസ് ഡേക്ക് വേണ്ടി ഒരുങ്ങി തുടങ്ങിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി അധികം വീഡിയോസ് നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആകുന്ന വീഡിയോസാണ് നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി അധികം വീഡിയോസായിട്ട് വീണ്ടും കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.